ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം നീറ്റ് മാസ്റ്റർ മലയാളം, നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ നീറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പലരുമായി നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നു നീറ്റ് 2021 വേണ്ടിയുള്ള വീഡിയോസ്, അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് എപ്പോഴാണ് വരിക എന്നുള്ളത്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നമ്മൾ ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് റെഗുലറായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഫിസിക്കൽ കെമിസ്ട്രി എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി മൂന്ന് പാർട്ടായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി. അതിൽ പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് ഇനോർഗാനിക്കും ഓർഗാനിക്കും കുഴപ്പമില്ല. ചിലർക്ക് ഇനോർഗാനിക് കുഴപ്പമില്ല, ഓർഗാനിക് പ്രശ്നം ഉണ്ടാവും. ഫിസിക്കൽ കെമിസ്ട്രി ഞാൻ എങ്ങനെ പഠിക്കും? അപ്പോൾ ഞാൻ പറയും ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നത് പോലെ പഠിക്കണം എന്ന് പറയും. അപ്പോൾ ഫിസിക്സ് എങ്ങനെ പഠിക്കും? അത് വേറൊരു സംഭവമാണ്. അപ്പോൾ ഫിസിക്സിന് എല്ലാവർക്കും പേടിയാണ്, ഫിസിക്സിനെ പേടിയല്ല. നിങ്ങൾക്ക് പേടിയുള്ളത് ഫിസിക്സിനല്ല, ഫിസിക്സിൻ്റെ ഉള്ളിലുള്ള മാത്സിനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ എന്തായാലും ഇനി ചെയ്യാം. പിന്നെ നീറ്റ് 2021 സ്ട്രാറ്റജി നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് കാണാനും മറക്കണം. അപ്പോൾ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് കിടക്കണം. ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ബ്ലോക്സ് ആയിട്ട് നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ബ്ലോക്കാണ്, അതായത് തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പെടാത്തൊരു പാടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ സിമ്പിൾ ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. കാരണം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സൊല്യൂഷൻസ് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇലക്ട്രോ കെമിസ്ട്രിയിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് പാഠം നന്നായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സോളിഡ്സ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NCERT വായിച്ചു കഴിഞ്ഞാൽ സോളിഡ്സ് പഠിക്കാൻ സാധിക്കും. ഈ സോളിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇനോർഗാനിക്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഫിസിക്കലിൽ ഉൾപ്പെടുത്തുകയാണ്, കാരണം അതിൽ നിന്ന് ഡെൻസിറ്റിയുടെ ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുണ്ട്, റാങ്കിൻ്റെ ക്വസ്റ്റ്യൻസ്, കാൽക്കുലേഷൻസ് ഉള്ള പാഠങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ബ്ലോക്ക് നിങ്ങൾ ഈ ഒരു ഓർഡറിൽ പോയാൽ മതിയാവും. ആദ്യം ഫസ്റ്റ് ബ്ലോക്ക് പഠിക്കുക. നിങ്ങൾ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ്. തെർമോഡൈനാമിക്സ് ഭയങ്കര ടഫാണ്, ഇക്വിലിബ്രിയം ഭയങ്കര ടഫാണ്, അയോണിക് ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം കുറേ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നേരെ പോയിട്ട് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കും. ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NCERT വായിക്കണം. ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സ് പോലെയാണ് പഠിക്കേണ്ടത്, പക്ഷേ നിങ്ങൾ കെമിസ്ട്രി ആണത്. നിങ്ങൾ NCERT ഒരു വട്ടം വായിക്കണം. ഒരു തവണ നിങ്ങൾ NCERT വായിക്കുക, എന്നിട്ട് നിങ്ങൾ നോട്ട് തയ്യാറാക്കുക. ഏതാണ് ബെസ്റ്റ് നോട്ട്? നിങ്ങൾക്ക് ഞാൻ എൻ്റെ നോട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ബെസ്റ്റ് ആവില്ല. ബെസ്റ്റ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ ടോപ്പറിനും അവരുടേതായിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും, ഓരോ ടോപ്പറിനും അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാവും, പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ നോട്ട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCERT വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് എഴുതി വയ്ക്കുക, പിന്നെ ഫോർമുലാസ്, പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ ഫോർമുലാസൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടാണ്. നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ ഒരു നോട്ടാണ്. ഇത് കാണാനായിട്ട് അത്രയ്ക്ക് ഭംഗിയില്ല, പക്ഷേ ഞാൻ ഫിസിക്കൽ കെമിസ്ട്രി കെമിക്കൽ കൈനറ്റിക്സ് ടഫുള്ളൊരു ചാപ്റ്ററാണെന്ന് നോക്കുക. കെമിക്കൽ കൈനറ്റിക്സ് ഞാൻ എന്ത് ചെയ്തു, ഒരു തവണ വായിച്ചു, NCERT വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് NCERT വായിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പിന്നെ ഈ നോട്ട് ബുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കിയാൽ മതി. ഞാനൊരു ദിവസം എൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഞാൻ ഒരു ദിവസം കെമിക്കൽ കൈനറ്റിക്സിൻ്റെ NCERT വായിച്ചു, അതിന് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തു. അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുസ്തകം, അതായത് എൻട്രൻസ് പുസ്തകം, അതിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഒരു 3-4-5 ദിവസം ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പതുക്കെ സോൾവ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഞാൻ ഫോർമുലാസും ഒക്കെ ആയിട്ട് പരിചയമായി. ഞാൻ അറിയാത്ത ഫോർമുലാസ്, പോയിന്റ്സ്, എപ്പോഴും മറന്നു പോകുന്ന പോയിന്റ്സ്, അതെല്ലാം ഞാൻ ഫോർമുല ബുക്കിൽ അപ്ഡേറ്റ് ചെയ്തു. നിങ്ങൾ ഫോർമുല ബുക്ക് വേണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊട്ട് ഉണ്ടാക്കി തുടങ്ങുക. ഒരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേജസ് എടുക്കുക, എഴുതി തുടങ്ങാം. നിങ്ങൾക്കത് മിസ്സാവരുത്. കാരണം മക്കളെ ഏറ്റവും അവസാനത്തെ സമയമാകുമ്പോഴും ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടും. നിങ്ങൾക്ക് പല സ്ട്രാറ്റജി വീഡിയോസ് കാണും. ഏറ്റവും അവസാനം നിങ്ങൾ 1 day 1 hour സ്ട്രാറ്റജി വരെ നിങ്ങൾ കാണും. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അവസാനത്തെ വട്ടം റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം ഫോർമുല ബുക്ക് റിവൈസ് ചെയ്യണം. പ്രത്യേകിച്ച് ഫിസിക്കൽ കെമിസ്ട്രിയും ഫിസിക്സും ആ ഒരു അവസാനത്തെ ടൈമിൽ. ഇതിൽ നിങ്ങൾ ഫോർമുല ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഫോർമുലാസ് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പാർട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. നമ്മളുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇത് സൊല്യൂഷൻസിൻ്റെ ഫോർമുലയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റലർജി, ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇതൊക്കെ ഫോർമുല പുസ്തകങ്ങളാണ്. ഇത് ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ടാണിത്. ഇതിലൊക്കെ ഇതൊക്കെ പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി അടയാളപ്പെടുത്തിയാണ്. ഇതിനൊക്കെ വീഡിയോസ് നമ്മൾ വൈകാതെ നമ്മളെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അവസാനത്തെ ടൈമിൽ നിങ്ങൾക്ക് സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് തേടിപ്പോയാൽ മതി. നിങ്ങൾക്കിപ്പോൾ പല മുട്ടുന്യായങ്ങളൊക്കെ, അതായത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നോടൊരു സാറ് പറഞ്ഞിട്ടുള്ളതാണ്, എക്സ്ക്യൂസസ് ആർ നെയിൽസ് ടു ബിൽഡ് അപ്പ് എ ഫെയിലിയർ.
നിങ്ങൾ എക്സ്ക്യൂസസ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഫെയിലിയർ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിക്കുക, തെർമോഡൈനാമിക്സിന് NCERT വായിക്കുക, അതിന് നോട്ട്സ് തയ്യാറാക്കുക, അതൊക്കെ ചെയ്യാം. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി നമ്മൾ ബാഹുബലി പ്ലാനിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സർ ബാഹുബലി പ്ലാനിൽ ഫിസിക്കൽ കെമിസ്ട്രി ഏറ്റവും ടോപ്പിൽ കൊടുത്തത്? നിങ്ങൾ പേടിക്കാതിരിക്കാണ് മക്കളെ. നിങ്ങൾ ആദ്യം തന്നെ ഫിസിക്കൽ കെമിസ്ട്രി പോയിട്ട് ഫിസിക്കൽ കെമിസ്ട്രി വായിച്ചു നോക്കിയിട്ട് നിങ്ങളൊരു ഇൻട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കെമിസ്ട്രി അധികം പെട്ടെന്ന് പഠിക്കില്ല. അപ്പോൾ നമ്മളൊരു ഫ്ലോയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബാഹുബലി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വേറൊരു വീഡിയോ ആണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാതായിരിക്കും. ഇപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിന് ഫോർമുലാസ് എഴുതി വെക്കാം. പിന്നെ നിങ്ങൾക്ക് എങ്ങാനും ഫിസിക്കൽ കെമിസ്ട്രി ടഫാണെന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് പഠിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാം, ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ കെമിസ്ട്രി, ഫിസിക്സ്, ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം 7.28. ഇത്തവണ നീറ്റിന് ചോദിച്ചത് ഇതേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കളെ നിങ്ങൾ വെറും അശ്രദ്ധ കാരണം വിട്ടുകളയുന്നത് നിങ്ങൾ 4 മാർക്കായിരിക്കും. അപ്പോൾ പിന്നെ കെമിക്കൽ കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, ഈ 3 പാഠം നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ബേസിക് മോൾ കോൺസെപ്റ്റ് നിങ്ങൾ വേറെ പഠിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങളത് കുറച്ചും കൂടി നിങ്ങളിത് പ്രാക്ടീസിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. സിമ്പിൾ ചാപ്റ്ററാണ്. ശരിക്കും ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയന്മാരുടെ കെമിസ്ട്രിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. മടിയന്മാർക്ക് ഇഷ്ടമുള്ള കെമിസ്ട്രി. കാരണം ഇതിൽ നിങ്ങൾക്ക് അധികം പഠിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫോർമുലാസ് ശരിയാക്കാം, നിങ്ങൾക്ക് ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായി. ഇൻഓർഗാനിക് കെമിസ്ട്രി അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ നാമം ജപിക്കുന്ന പോലെ കുറേ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രി ഒരു വട്ടം പഠിച്ചോ അറിയാം, സെറ്റ്. പിന്നെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞുള്ള കൂട്ടുകാരനാണ്. അതിനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറക്കാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അതിനെ പറയാം, വൺ സൈഡ് ലവറാണ് നിങ്ങളുടെ, അതായത് നിങ്ങൾ വൺ സൈഡായിട്ട് നോക്കുന്ന ഒരു കുട്ടിയാണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പെട്ടെന്നൊന്നും മറക്കില്ല. പക്ഷേ നിങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ ഫോർമുലാസ് റിവൈസ് ചെയ്ത് ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസം എത്തുമ്പോൾ നിങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് ഈ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് മന്ത് പിന്നെ അതിൻ്റെയൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട 3 കാര്യം. CPR. എന്താണ് CPR? കോൺസെപ്റ്റ്, പ്രാക്ടീസ്, റിവിഷൻ. കോൺസെപ്റ്റിനെക്കാളും കൂടുതൽ ഫിസിക്കൽ കെമിസ്ട്രിക്ക് പ്രാക്ടീസാണ് മെയിൻ. പ്രാക്ടീസാണ് ഏറ്റവും മെയിൻ. നിങ്ങൾക്ക് മനസ്സിലാവാതെ അറിയാത്ത ചാപ്റ്റർ ടഫാണെന്ന് പറഞ്ഞ് നിങ്ങൾ തലയിൽ കൈവച്ചിരിക്കുന്ന ചാപ്റ്റർ പോലും നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ വരെ മാസ്റ്റേഴ്സ് ആവും മക്കളെ. അപ്പോൾ ഇതാണ് നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ വീഡിയോ. ഫിസിക്കൽ കെമിസ്ട്രി എങ്ങനെ പഠിക്കാമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രി പഠിക്കാനായിട്ട് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പുസ്തകം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നീറ്റിന് മാക്സിമം ഫിസിക്കൽ കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഓർഗാനിക് കെമിസ്ട്രിയെക്കാട്ടിലും ഓർഗാനിക് കെമിസ്ട്രിയെക്കാട്ടിലും ഒരിത്തിരി കൂടെ വെയിറ്റേജ് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടുവരുന്നൊരു ഭാഗമാണ് ഫിസിക്കൽ കെമിസ്ട്രി. കുറച്ച് ഒരു ക്വസ്റ്റ്യനോ അത്രയും 1/3 ആയിട്ടാണ് നമ്മൾ കെമിസ്ട്രിയെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് നീറ്റ് മാസ്റ്റർ, സ്റ്റഡി ഹാർഡ്.